ഗൈസ്, ഇന്ന് നമ്മൾ 3 മാങ്ങ വെച്ചിട്ട് ഒരു ഐസ്ക്രീമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ക്രീമി ഐസ്ക്രീമാണ്. വേറെ 3 ചേരുവകൾ മാത്രമാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മാങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത പാത്രത്തിൽ കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് പാലൊന്ന് ഇളച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മൈദമാവിൻ്റെ മിക്സ് എടുത്ത് ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല കുറുകി നല്ല പാകമാവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പാൽ നല്ലോണം കുറുകണം, ക്രീമി പോലെ ആവണം. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ മിൽക്ക് മെയ്ഡ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. കുറച്ച് നേരം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ മാങ്ങ എടുക്കാം കേട്ടോ. അത് നന്നായിട്ട് അരച്ച് കൊടുക്കുക. അരഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സ് എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം അതിലേക്ക് ഏലക്കയുടെ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. വാനില എസൻസിന് പകരമാണ് കേട്ടോ ഞാൻ ഇത് ചേർക്കുന്നത്. അതില്ലെങ്കിൽ ഇങ്ങനെ ചേർത്താലും മതി. പിന്നെ അതിന് ശേഷം പാൽപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടിച്ചു കൊടുക്കുക. നമ്മുടെ ക്രീമി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എനിക്ക് 2 പെട്ടിയിലാക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ബോക്സിലും ഞാൻ നന്നായിട്ട് ഐസ്ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ആ ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട് ഫ്രീസറിലേക്ക് വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരെണ്ണത്തിൽ ഫോയിൽ പേപ്പർ, മറ്റേത് സാധാ മൂടിയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഏകദേശം 10 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ഞാനത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഞാൻ മൈദമാവ് ചേർത്തതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി, ഗോതമ്പ് പൊടി, കോൺഫ്ലവർ പൊടി ഇതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് വീണ്ടും ആ ബോക്സിൽ തന്നെ ആക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ്. അത് ഒരു 10 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. ശേഷം നമ്മുടെ ഐസ്ക്രീം റെഡി. അതൊരു ബൗളിലാക്കിയിട്ട് നമുക്ക് തിന്നാം കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് വരെ ഇഷ്ടമാകും. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ ബൈ ബൈ.